ഇവിടെ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണ് ഡ്രൈനെസ് അഥവാ വരണ്ട ചർമ്മം. അതിന്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ലോ ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർപ്പം നഷ്ടപ്പെടുന്നു. പിന്നെ ഇവിടെ ഹാർഡ് വാട്ടർ ആണ് കിട്ടുന്നത്, അതൊരു കാരണം. പിന്നെ പൊല്യൂഷൻ, ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള നഗരങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂർ. അപ്പൊ ഇതുകൊണ്ടെല്ലാം തന്നെ ഡ്രൈ സ്കിൻ ഇവിടെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമതായിട്ട് വെള്ളം നന്നായി കുടിക്കുക. രണ്ടാമത് ഫ്രൂട്ട്സ്, ഡെയിലി ഒരു ഫ്രൂട്ട് മതിയാവും. ഒരുപാട് കഴിച്ച് ഷുഗർ ലെവലൊന്നും കൂടാൻ ഇടവരണ്ട. അപ്പൊ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. അത് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. ജ്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അതിലെ ഷുഗർ ലെവൽ കൂടും, അതുപോലെ തന്നെ ഫൈബേഴ്സും അധികം നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് രണ്ടാമത്തത്. മൂന്നാമത്തത് നെയ്യ്, അത് 1-2 ടീസ്പൂൺ ദിവസവും കഴിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് സ്നിഗ്ധത തരും നെയ്യ് കഴിച്ചാൽ. അതുപോലെ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. അപ്പം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ കൂടെ നോക്കിയിട്ട് വേണമെന്ന് മാത്രം. ഇപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ നോക്കി കഴിക്കുക. അപ്പം അകത്തേക്ക് ഇങ്ങനത്തെ മിനിമം കാര്യങ്ങൾ കുറച്ച് ചെയ്യാവുന്നതാണ്. ഇനി പുറമേ ചെയ്യേണ്ട കാര്യം ഓയിൽ ആപ്ലിക്കേഷൻ, എണ്ണ തേച്ച് കുളിക്കുക. അതും സമയക്കുറവാണ് എല്ലാവരും പറഞ്ഞു കേൾക്കാറ്. അതും അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3-4 ദിവസം ചെയ്യാം. ഒരു ദിവസത്തിൽ അരമണിക്കൂർ മതിയാവും. അത് നമ്മുടെ ശരീരത്തിൽ വെളിച്ചെണ്ണയാവാം, അല്ലെങ്കിൽ നല്ലെണ്ണ. ഡ്രൈ സ്കിന്നിന് നല്ലെണ്ണയാണ് ഒന്നുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഓയിൽസ് ഉണ്ട്, ആയുർവേദ എണ്ണകൾ ഇഷ്ടം പോലെയുണ്ട്. ഓരോരോ സ്കിൻ ടൈപ്പിനുണ്ട്, അസുഖങ്ങൾക്ക് പ്രത്യേകമായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ എണ്ണയും ആവാം. ഇത് ശരീരമാസകലം തേച്ചിരുന്ന് ഒരു 20 മിനിറ്റ് മതിയാവും. 20 മിനിറ്റ് ഇരുന്നിട്ട് ഏതെങ്കിലും ഹെർബൽ സോപ്പോ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു സോപ്പോ വെച്ചിട്ട് മൈൽഡായിട്ട് അപ്ലൈ ചെയ്ത് കുളിക്കാവുന്നതാണ്. ചെറുപയർ പൊടി വെള്ളത്തിൽ കുഴച്ച് പേസ്റ്റ് ആക്കി അത് തേക്കുന്നത് നല്ലതാണ്. പക്ഷെ പ്രാക്ടിക്കലി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ മൈൽഡ് സോപ്പ് ഉപയോഗിച്ചാൽ മതി. ഇനി